നിങ്ങൾ മനസ്സിലാക്കണം, ഈ ട്രംപും ഇന്ത്യയുമായിട്ട് മോദിയുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു, ഇതൊക്കെ ഉണ്ടാകാൻ പോവുകയാണ്. ഈ H1B വിസയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായേക്കാണ് അടുത്ത സമയത്തുണ്ടായത്, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഉണ്ടായത്. അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് നിൽക്കുന്നവരെ, അത് 3 വർഷത്തേക്കാണ് H1B വിസ കൊടുക്കുന്നത്. അത് മുഴുവനും റിന്യൂ ചെയ്തിരിക്കണം. അമേരിക്കൻ ഗവൺമെന്റിന്റെ വാർണിംഗ് ആണ്. ഇന്ത്യയിൽ പോയി റിന്യൂ ചെയ്തിട്ടേ വരാൻ പറ്റുള്ളൂ. അവിടെ വീണ്ടും അനധികൃതമായിട്ട് അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന തീരുമാനം പിന്നീട് അവരെ ലൈഫിൽ പോലും അമേരിക്കയിലുള്ള അവരുടെ വിസ ക്യാൻസൽ ചെയ്യും. ഇതാണ് സംഭവം. ഏകദേശം 10 ലക്ഷത്തോളം ഇന്ത്യക്കാർ കാനഡയിൽ അവർ റിന്യൂവൽ 5-6 ലക്ഷം പേര് തിരിച്ചു വരുന്നു. അമേരിക്ക ഇതാണ് ഡിപ്ലോമാറ്റിക് ഡിസാസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം. ട്രേഡ് ഡീലിന് ഞാൻ വലിയ പ്രാധാന്യം കൂടെ നടക്കാനും പോകുന്നില്ല. അതൊക്കെ പോയി. കാരണം അത് നടക്കാൻ പോകുന്നില്ല. കാരണം അമേരിക്ക പറഞ്ഞ ഡിമാൻഡ് എന്ന് പറയുന്നത് അതനുസരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി അതിന് ഇനിഷ്യേറ്റ് ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം വലിയ രീതിയിൽ അമേരിക്കൻ പ്രോഡക്റ്റ് ഇന്ത്യയിലോട്ട് വരും. ഫാമിംഗ് സെക്ടറിലും മറ്റുള്ള എല്ലാ സെക്ടറിലും ഇന്ത്യയിൽ വലിയ ഇഷ്യൂ ഉണ്ടാകും. കാരണം ആ രീതി പോകാൻ പറ്റത്തില്ല. സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുക, കഴിഞ്ഞ 5 ദിവസം, അതായത് വെള്ളിയാഴ്ച വരെ 2300 പോയിന്റുകളാണ് ഇടിഞ്ഞത്. ഏകദേശം 15 ലക്ഷം ഇന്ത്യൻ കറൻസി വൈപ്പ് ഔട്ട് ചെയ്തു പോയി. അടുത്ത കാനഡയുടെ വരുന്നു, ഇനി അടുത്ത ഓസ്ട്രേലിയ, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നു. അത് കഴിഞ്ഞ് തുടങ്ങണം. അതിൻ്റെ ഇൻബിറ്റ്വീൻ മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, അറേബ്യൻ രാജ്യങ്ങൾ തുടങ്ങും. ഇതാണ് കഷ്ടകാലത്തിൽ നിന്ന് കഷ്ടകാലത്തിലോട്ട് പോവുകയാണ്. ഇത്രയും ഇന്ത്യക്കാർ ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ജോലിയുള്ളത്? മറ്റൊരു പ്രധാന ഘടകം കാനഡ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഓൺ ഷോറിനടുത്തുള്ള നിയർ ഷോർ ആവുകയാണ്. അതായത് ഇന്ത്യൻ IT കമ്പനിക്ക് അടിയുണ്ടാകാൻ പോവുകയാണ്. കാരണം ഈ പറയുന്ന പല അമേരിക്കൻ ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത് അവർ പല കമ്പനികളോട് ഹ്യൂജായിട്ട് ആൾക്കാരെ അവിടെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയിൽ 5-6 വർഷം കഴിയുമ്പോൾ ഇന്ത്യയിൽ അമേരിക്കൻ IT കമ്പനികൾ വലുതായിട്ടൊന്നും കാണത്തില്ല.